നമസ്കാരം. പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങൾ അത് ഒരു തുടർക്കഥയാണ്. പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഈ പോലീസ് അട്രോസിറ്റിയെ കുറിച്ചുള്ള വാർത്തകൾ നിരന്തരം വരാറുണ്ട്. അപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ തൊടുനായങ്ങൾ പറഞ്ഞ് അത് ഇല്ലാതാക്കുകയാണ് പലപ്പോഴും പതിവ് കാഴ്ച എന്ന് പറയുന്നത്. ഒന്നുകിൽ ഒരു സസ്പെൻഷൻ ഇടുക, ഇല്ലെങ്കിൽ മാറ്റി നിർത്തുക കുറച്ച് ദിവസത്തേക്ക്. ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളാണ് പലപ്പോഴും പല സർക്കാരുകളും സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ പോലീസ് അട്രോസിറ്റി എന്ന് പറയപ്പെടുന്നത് തുടർക്കഥയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. 2024 ഒരു സംഭവമാണ് നമ്മൾ പറയുന്നത്. ഗർഭിണിക്കെതിരെ ക്രൂരമായിട്ടുള്ള അതിക്രമം നടത്തിയ, മർദ്ദനം നടത്തിയ ഒരു KG പ്രതാപചന്ദ്രൻ എന്ന് പറയപ്പെടുന്ന ഒരു CI. അയാൾക്ക് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സ്വഭാവം ഉണ്ടായത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ധൈര്യം ഉണ്ടായത്? ഒരു ആത്മധൈര്യമാണത്. പെട്ടെന്നൊരു സ്ത്രീ, ഒരു പരാതിയുമായിട്ട് എത്തുന്ന സ്ത്രീയുടെ കരണം അടിച്ചു പൊട്ടിക്കുക എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് ഒരു CI പ്രവർത്തിക്കണമെങ്കിൽ എന്തുകൊണ്ടായിരിക്കും? ഒരു SHO എന്ന് പറയപ്പെടുന്നത് ഒരു പോലീസ് സ്റ്റേഷന്റെ അധികാരിയാണ്, ഒരു സ്റ്റേഷന്റെ അധികാരിയാണ്. ആ സ്റ്റേഷൻ എന്ന് പറയപ്പെടുന്നത് ഈ പറയുന്ന പോലീസുകാരന്മാരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ കുടുംബ സ്വത്തുമല്ല. പക്ഷെ എന്തിന്റെ പുറത്തിലാണ്, എന്ത് അഹങ്കാരത്തിന്റെ പുറത്തിലാണ് ഇവരുടെയൊക്കെ, അല്ലെങ്കിൽ ഇവരെ പ്രതീക്ഷിച്ച് മാതൃകാ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ്, മാതൃകാ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞ്, നിയമം പരിപാലിക്കുന്നവരെന്ന് പറഞ്ഞ് അവിടേക്ക് എത്തപ്പെടുന്ന പാവപ്പെട്ട ജനങ്ങളെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കുവാനും അവരെ കുനിച്ചു ചേർത്ത് കൂമ്പിനിടിക്കാനുമുള്ള ഒരിടമാക്കി മാറ്റുന്നത് എന്തിന്റെ പുറത്താണ്? തീർച്ചയായിട്ടും കേരളത്തിലെ പോലീസ് ലോകപ്രശസ്തമാണ് എന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന പോലീസാണ്, ജനമൈത്രി പോലീസാണ്, ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന പോലീസാണ്, വളരെ വിദ്യാഭ്യാസവും വിവരവും ഉള്ള പോലീസാണ്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സേവന സേനയാണ് കേരളത്തിലെ പോലീസ് എന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. അപ്പൊ വിവിധ പോലീസ് കമ്മീഷനുകളും പറയുന്നത് പോലീസ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അല്ല, ഒരു സേവനമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാകുന്നത്. സ്ത്രീകളെ കരണത്തടിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവമാണ്. സ്ത്രീകൾ തിരിച്ച് അടിക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പോലീസുകാരെ നമ്മുടെ പോലീസ് സേനയിൽ എന്തുകൊണ്ടാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? വളരെ നിരവധി വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള ധാരാളം കേസുകൾ ഉണ്ടാവാറുണ്ട്. എന്നിട്ടും ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ടൊന്ന് പഠിക്കുന്നതിനോ ഇത്തരത്തിലുള്ള പോലീസുകാരെ കണ്ടെത്തി അവർക്കെതിരായിട്ട് നടപടികൾ സ്വീകരിക്കുന്നതിനോ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇതുവരെ കാര്യമായ ശ്രമമൊന്നും നടത്തിയിട്ടില്ല. ഇതൊക്കെ ഓരോ കേസുകൾ വരുമ്പോഴും അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു എൻക്വയറി നടത്തുകയും അവർക്കെതിരായിട്ട് ചില സസ്പെൻഷൻ നടക്കുകയും പിന്നെ അവർ ശമ്പളത്തോടു കൂടി തിരിച്ചു കയറുകയും ചെയ്യുന്നു. അപ്പോൾ അവർക്ക് പോലീസുകാർക്ക് തന്നെ അറിയാം, കുറച്ച് നാൾ വീട്ടിൽ ഇരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ഒരാളെ കർണത്തങ്ങ് അടിക്കുക, അതിൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് വരിക, ഒരു സസ്പെൻഷൻ വാങ്ങിക്കുക, 1-2 വർഷം സസ്പെൻഷൻ നിന്ന് സുഖമായിട്ട് വീട്ടിൽ ഇരുന്നുകൊണ്ട് അവസാനം എല്ലാ ശമ്പളവും കൂടി ഒരുമിച്ച് വാങ്ങിക്കാൻ കഴിയും എന്ന ഒരു ധിക്കാരപരമായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ പോലീസിലെ ചില ആളുകൾക്ക് ഉള്ളത്. അപ്പം നല്ല പോലീസുകാരില്ലെന്നല്ല, വളരെ സത്യസന്ധരും മാന്യമായിട്ടുള്ള ഭൂരിപക്ഷമുള്ള പോലീസ് സേനയിലെ അംഗങ്ങൾക്ക് അവമതിപ്പുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള പോലീസുകാർ വളരെ റെയറായിട്ട് നമ്മുടെ പോലീസ് സേനയിലുണ്ട്. ഇതിനെതിരായിട്ട് ഗവൺമെൻറ് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഒരു സംസ്ഥാനത്തെ പോലീസ് സേനയിൽ തന്നെ ഇത്തരത്തിലുള്ള വൃത്തികെട്ട സ്വഭാവങ്ങളുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ നിലയ്ക്ക് നിർത്തുകയും അവരെ സേനയിൽ നിന്ന് പിരിച്ചുവിടാൻ തന്നെ വേണം. കാരണം കേരളത്തിലെ പുറത്തുള്ള മറ്റ് പല സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ നിഷ്കരുണമായിട്ട് അവരെ സേനയിൽ നിന്ന് പിരിച്ചുവിടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതെന്തുകൊണ്ട് നമ്മുടെ സേനയിൽ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഈ സംസ്ഥാനത്ത് മാത്രം എന്തുകൊണ്ടാകുന്നത്? നമുക്ക് ഇതിനോട് ഇപ്പൊ ദൃശ്യങ്ങളാണല്ലോ ഇവിടുത്തെ ദൈവങ്ങളായി മാറുന്നത്. കാരണം ആ ദൃശ്യങ്ങൾ ലഭിച്ചതുകൊണ്ടാണ്. അന്ന് സ്ത്രീക്കെതിരെ ഇവർ പരാതി പറഞ്ഞു വെച്ചാൽ ഈ CIക്കെതിരെ മാന്തുകയും പിച്ചുകയും അദ്ദേഹത്തെ മർദ്ദിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഇവർക്കെതിരെ പരാതി അവരിട്ടത്. പോലീസ് ഇവർ കൊടുത്ത പരാതി സ്വീകരിച്ചതില്ല, ഇവരെ മർദ്ദിച്ചു എന്നുള്ള പരാതി സ്വീകരിച്ചതില്ല. ഇതിന് സമാനമാണ് പണ്ടത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് സുജിത്തിനെ കുന്നംകുളം സ്റ്റേഷനിൽ വെച്ച് നേരിടുന്ന മർദ്ദനം. നമുക്കറിയാം. ഈ കൊച്ചിയിലെ സംഭവമായിട്ട് കൂട്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ സംഭവം തന്നെയാണ് യൂത്ത് കോൺഗ്രസ്സുകാരനായിട്ടുള്ള സുജിത്തിന് സംഭവിച്ചത്. പക്ഷെ അന്ന് എന്ത് സംഭവിച്ചു? അന്നും അവിടെ ദൃശ്യങ്ങൾ ലഭിച്ചതുകൊണ്ട് മാത്രം അവൻ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ അവൻ മരിച്ചായിരുന്നതിനെ പുറത്തു വന്നതിന്. ഇതാണ് പോലീസുകാരന്മാരുടെ രീതി. എന്തുകൊണ്ടാണ് ഇവന്മാർക്ക് ഇത്തരത്തിലുള്ള ആത്മവിശ്വാസം ഉണ്ടാകുന്നത്? ഞങ്ങളെ ഒന്നും ചെയ്യില്ല, അഥവാ കൂടിപ്പോയാൽ 3 മാസത്തെ സസ്പെൻഷൻ, അല്ലെങ്കിൽ ഒരു 45 ദിവസത്തെ സസ്പെൻഷൻ, അതിനപ്പുറം ഇത് പോകത്തില്ല. തിരികെ അവർക്ക് വീണ്ടും ഈ സർവീസിലേക്ക് കയറാം, കാക്കി കുപ്പായം അണിയാം, അഹങ്കാരത്തോടു കൂടി വീണ്ടും ഈ പാവപ്പെട്ടവന്റെ നെഞ്ചിടിച്ച് തകർക്കാം.
ഇത് നമ്മുടെ ഭരണാധികാരികൾ നൽകുന്ന ഒരു വല്ലാത്ത ആത്മധൈര്യം തന്നെയല്ലേ? അതാണ് ഇതിൽ പ്രശ്നം തോന്നുന്നു. കാരണം ഇവന്മാർ ഇത്തരത്തിലുള്ള ഒരു വിഷയമുണ്ട്. ഈ സ്ത്രീകളുടെ വിഷയം തന്നെ, അവർ ഗർഭിണിയാണ്, അവർ പറയുകയാണ് ഞാൻ 3 മാസം ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് പോലും അത് കേൾക്കാതെയാണ് അവരെ ആക്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ത്രീക്കെതിരെ ഇത്തരത്തിൽ യാതൊരു തര സങ്കോചവും കൂടാതെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരുത്തന് സാധാരണ ഒരു ആൺകുട്ടിയെയോ പുരുഷന്മാരെയോ കിട്ടിയുള്ള സ്ഥിതി എന്തായിരിക്കും? ഇടിച്ചിഞ്ചപ്പരുവാക്കൂല. ഇതാണോ പോലീസ്? ഇത് ഇങ്ങനെയുള്ളതാണോ നമ്മുടെ മാതൃകാ പോലീസ് സംവിധാനം എന്ന് പറയപ്പെടുന്നത്? തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പോലീസുകാർ നമ്മുടെ പോലീസ് സേനയ്ക്ക് അപമാനമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പോലീസുകാർ സ്ത്രീകളുടെ അത് 3 പ്രാവശ്യം പ്രായമായ ഒരു സ്ത്രീയുടെ കർണത്തടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമായിട്ട് കോടതികളും മനുഷ്യാവകാശ കമ്മീഷനും അതേപോലെ വിമൻസ് കമ്മീഷനും ഒക്കെ നേരിട്ട് കേസുകൾ എടുക്കേണ്ട കേസാണിത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെമ്മാടികളായിട്ടുള്ള പോലീസ് ഓഫീസർമാരെ അതേ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ ഭരണാധികാരികൾ വളർന്നു വരേണ്ടതായിട്ടുണ്ട്. അവരുടെ മാനസികാവസ്ഥ മാറേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയെ 3 മാസം പ്രായമായ ഒരു സ്ത്രീയെ കർണത്തടിച്ചിട്ടും അവൻ സർവീസിൽ തുടരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതിന് എതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ നമ്മുടെ പോലീസ് മന്ത്രിക്ക് കഴിയുന്നില്ലേ, അല്ലെങ്കിൽ നമ്മുടെ പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയുന്നില്ലേ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഈ സ്ത്രീ വിമോചന, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ്. സ്ത്രീകൾക്ക് വളരെ കൂടുതൽ വിദ്യാഭ്യാസമുള്ളതാണ്. സ്ത്രീകൾക്കെതിരായിട്ട് എന്ത് അതിക്രമം ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെതിരെ സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന ഈ സംസ്ഥാനത്ത് 3 മാസം പ്രായമായ ഒരു ഗർഭിണിയെ ഒരു പോലീസ് ഓഫീസർ, ഒരു സർക്കിൾ ഇൻസ്പെക്ടർ കരണത്തടിച്ചിട്ട് യാതൊരു നടപടി എടുക്കുന്നില്ല എന്നുള്ളത് വളരെ അത്ഭുതകരമായിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, സമൂഹത്തോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 3 മാസം ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയെ കരണത്തടിച്ചിട്ടും എന്തുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടി എടുക്കാൻ, എന്തുകൊണ്ട് ആ പോലീസ് ഓഫീസറെ സേനയിൽ നിന്ന് പിരിച്ചുവിടുവാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് എനിക്കതിനകത്ത് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഈ പോലീസിനെ ഉപയോഗിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട്. അതായത് പോലീസിനെ ഗുണ്ടകളായിട്ട് ഉപയോഗിക്കുന്ന രാഷ്ട്രീയക്കാർ. അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഇവരുടെ പല കാര്യങ്ങൾക്കും, ഈ രാഷ്ട്രീയക്കാരുടെ പല കാര്യങ്ങൾക്കും അവരുടെ എതിരാളികളെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ളവരെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടാത്തവരെ, അവർക്കെതിരെ ഈ പറയുന്ന പോലെ പ്രതികരിക്കുന്നവരെയൊക്കെ അവരുടെയൊക്കെ വായടപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലത്തുള്ള കുറേ നരാധമന്മാരായിട്ടുള്ള പോലീസുകാരന്മാരെ ഇതിനകത്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവന്മാർ സസ്പെൻഷനിൽ മാത്രമാകുന്നത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഈ പല തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴും ആ സംഭവങ്ങൾക്കൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന പോലീസുകാർക്ക് രാഷ്ട്രീയക്കാരന്മാരുടെ ഒരു ഒരു സംരക്ഷിത കവചമുണ്ട്. അവരുടെ ഗുണ്ടകളായിട്ട് ഇവർ പലപ്പോഴും പ്രവർത്തിക്കാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള വിടുവേലകളും ചെയ്യാറുണ്ട്, അവരുടെ വിടുപണികൾ ചെയ്യാറുണ്ട്. അവർ പറയുന്നത്, അതായത് രാഷ്ട്രീയക്കാരൻ പറയുന്നത് എന്തും, അത് മന്ത്രിയാണെങ്കിലും ശരി, MLA ആണെങ്കിലും ശരി, MP ആണെങ്കിലും ശരി, ഏവനാണെങ്കിലും അവരുടെയൊക്കെ അടിയാളന്മാരായിട്ടും പിടിയാളന്മാരായിട്ടും മാറുന്നതാണ് ഈ പോലീസുകാരന്മാർ. അതുകൊണ്ടാണ് ഇവന്മാരെ സസ്പെൻഷനിൽ മാത്രം നിർത്തുന്നത്. പകരം താങ്കളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ 3 മാസം ഗർഭിണിയാണ് അല്ലെങ്കിൽ സ്ത്രീയാണ്, ഈ ഒരു പരിഗണന പോലും കൊടുക്കുന്നില്ല. അങ്ങനെ സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ ഒരാളുടെ മുഖത്തടിക്കുവാനുള്ള ധൈര്യം അവൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എനിക്ക് 45 ദിവസത്തിൽ കൂടുതൽ പുറത്തിരിക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. പകുതി ശമ്പളവും കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ് സസ്പെൻഷൻ എന്ന് പറയപ്പെടുന്നത്. അങ്ങനത്തെ സസ്പെൻഷൻ എന്ന് പറയപ്പെടുന്ന ഓമന പേരിൽ ഇമാരെ പുറത്തിരുത്തി വീണ്ടും ഇമാര് കൊഴുത്ത് ചീർത്ത് വീണ്ടും വന്നതിന് ശേഷം ഇതുപോലെ നാട്ടുകാരുടെ നെഞ്ചിൽ കയറുകയാണ്. അപ്പൊ അതിനുള്ള അവസരം കൊടുക്കാതിരിക്കുക. പകരം ഇമാരെ ഇത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടായി കഴിഞ്ഞാൽ, അത് ആരും ആയിക്കോട്ടെ, ആണായോ പെണ്ണായോ എന്തോ ആയിക്കോട്ടെ, ഇവിടെ ഞാൻ പറയുന്നത് സ്ത്രീ എന്നുള്ള പരിഗണന കൊടുത്ത് ഇവനെ പുറത്താക്കുക, ഈ ഫോഴ്സ് ചെയ്യുന്നതിനെ പുറത്താക്കുക. അത് ചെയ്യുന്നില്ല. അത് ചെയ്യാത്തത് ഇവരുടെ ഗുണ്ടകളായതുകൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ പോലീസുകാരൊക്കെ പോലീസ് അസോസിയേഷനുണ്ട്. ആ പോലീസ് അസോസിയേഷനിൽ ശക്തമായിട്ട് നിൽക്കുന്നത് ഭരണകക്ഷിയാണ്. അപ്പോൾ ഭരണകക്ഷിയുടെ അംഗമായിട്ടുള്ള സംഘടനയിൽ അംഗമായിട്ടുള്ള പോലീസ് ഓഫീസർമാർ എന്ത് ചെയ്താലും അത് ന്യായീകരിക്കാനും അവരുടെ നടപടികൾ ഒഴിവാക്കി കൊടുക്കുന്നതിനുമൊക്കെ ഭരണകക്ഷി മുന്നിട്ടിറങ്ങും എന്നുള്ളത് കൊണ്ടാണ് മിക്കവാറും ഇത്തരത്തിലുള്ള പോലീസ് ഓഫീസർമാരെ ഇങ്ങനെ ചെയ്യുന്നത്. അതേപോലെ പ്രതിപക്ഷത്തുള്ള സംഘടനയാണെങ്കിൽ ഇപ്പോൾ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമായിരുന്നു. അപ്പം യൂണിയനൈസേഷൻ ഓഫ് പോലീസുകാർക്കൊരു സംഘടന എന്ന് പറയുന്നത് ഒരു വെൽഫെയർ അസോസിയേഷനായിട്ടാണ് പലപ്പോഴും
മുന്നോട്ട് വന്നിട്ട്. പക്ഷെ അതിനുപരിയായിട്ട് ഇന്ന് പാർട്ടിയുമായിട്ട് അഫിലിയേഷനുള്ള പോലീസ് സംഘടനകളാണ് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരത്തിനൊക്കെ മുന്നിട്ടിറങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു സ്ത്രീക്ക് 3 മാസം പ്രായമായ ഒരു സ്ത്രീയാണ്, അവരുടെ ഒരു സ്ത്രീയുടെ ഗർഭിണിയായ ശരീരത്ത് സ്ത്രീ. അതെ. ഗർഭിണിയാണ്. അവരുടെ ശരീരത്ത് തൊടുവാനുള്ള അവകാശം ഒരു പോലീസ് ഓഫീസർക്കും ഇല്ല. അതെ. ഒരു സ്ത്രീയുടെയും ശരീരത്ത് തൊടുവാനുള്ള അവകാശം പുരുഷന്മാരായിട്ടുള്ള പോലീസ് ഓഫീസർമാർക്കില്ല. അവരെ അറസ്റ്റ് ചെയ്യുവാനോ അവരെ കസ്റ്റഡിയിൽ എടുക്കുവാനും ഒക്കെ ഉള്ള അവകാശം എന്ന് പറയുന്നത് പിന്നെ വനിതാ പോലീസിന് മാത്രമാണ്. അതെ. അപ്പോൾ അവരെ സംരക്ഷിക്കുകയും അവരെ കസ്റ്റഡി എടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഇൻട്രോഗേഷൻ നടത്തുകയൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വമൊക്കെ വനിതാ പോലീസിനാണ്. എന്നിട്ടും ഇതെല്ലാം നിയമങ്ങളൊന്നെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വളരെ ധിക്കാരപൂർവമായിട്ട് യാതൊരു മനുഷ്യത്വമില്ലാതെ മനുഷ്യത്വരഹിതമായിട്ട് 3 മാസം പ്രായമായ ഒരു 3 മാസം ഗർഭിണിയായ ഒരു സ്ത്രീയെ ഇങ്ങനെയൊക്കെ കരണത്തടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ശുദ്ധ തെമ്മാടിത്തരമാണ്. ഇത് അതേ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് ഇത്തരത്തിലുള്ള ഓഫീസർമാരെ നമ്മുടെ സംസ്ഥാന പോലീസ് സേനയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പോലീസ് ഓഫീസർമാരെ സംബന്ധിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു പഠനം നടത്തുകയും ഇവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുകയും അല്ലെങ്കിൽ പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ നിന്നെല്ലാം ഇവരെ മാറ്റി നിർത്തുകയും ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഇതിന്റെ കാരണം എന്ന് പറയപ്പെടുന്നത്, ഇവരുടെ കാരണം പറയുന്നത് ഇവരുടെ ഭർത്താവ്, അതായത് ഈ പറയുന്ന ഷൈമോൾ എന്ന് പറയപ്പെടുന്ന സ്ത്രീക്കാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിനിരയായത്. ആ സ്ത്രീയുടെ ഭർത്താവ് എന്ന് പറയുന്നത് ബെൻജോ ഇവരുടെ ഈ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്താണ് ഇവരുടെ വീട് എന്ന് പറയുന്നത്. ആ വീടിന് തൊട്ട് മുന്നിൽ നിൽക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ഒരു ലോഡ്ജിൽ ഒരു ബഹളം ഉണ്ടാകുന്നു. ആ ലോഡ്ജിലേക്ക് എത്തപ്പെടുന്ന യുവാക്കളെ ഒരു കാരണവുമില്ലാതെ പോലീസ് മർദ്ദിക്കുന്നു. ആ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇദ്ദേഹത്തിന്റെ മൊബൈലിൽ പകർത്തുന്നു. ആ മൊബൈൽ പകർത്തുന്നത് കണ്ടത് കൊണ്ട് അപ്പോൾ തന്നെ ബെൻജോയെ കസ്റ്റഡിയിൽ എടുക്കുന്നു. 5 ദിവസത്തോളം പോലീസ് കസ്റ്റഡിയിൽ അല്ലെങ്കിൽ ജയിലിലാക്കുകയാണ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം ഈ സ്ത്രീ കുട്ടികളെയും കൊണ്ട് ആ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. തന്റെ സങ്കടം പറയാനെത്തുന്ന സ്ത്രീയെയാണ് അവിടെ വെച്ച് ആക്രമിക്കുന്നത്. അത്തരത്തിൽ ആക്രമണത്തിന് വിധേയമായിട്ടും അവർക്ക് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ അടക്കം ലഭിക്കില്ല, അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ ഇവർ കൃത്യമായിട്ടും അത് നശിപ്പിക്കുമെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഈ ഷൈമോളാണ് കോടതിയെ സമീപിക്കുന്നു. കോടതിയിൽ ചെന്നതുകൊണ്ട് മാത്രമാണ് 1 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അവർക്കിപ്പോൾ നീതി ലഭിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കിട്ടുന്നത് തന്നെ അവർ വല്ലാതെ പെടാപ്പാട് പെടേണ്ടി വന്നു. ഈ കോടതി വരാന്തകളിലും പോലീസ് സ്റ്റേഷനുകളിലും വക്കീൽ ഓഫീസുകളിലും ആയിട്ടൊക്കെ ഇങ്ങനെ നീണ്ട കുറച്ച് നാളുകളായി, ഏകദേശം 1 വർഷത്തിലധികമായിട്ട് അവരിങ്ങനെ ഈ പ്രവർത്തനങ്ങളുമായിട്ട് നടക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ ലഭിച്ചത്. ദൃശ്യങ്ങൾ ലഭിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേ, ഇവർ പ്രതികളായേനെ. ഈ പറഞ്ഞ ഷൈമോളെ അടക്കം ഇവന്മാർ ഈ നരാധമന്മാരായിട്ടുള്ള പോലീസുകാരന്മാർ അകത്താക്കിയേനെ. അങ്ങനെയുള്ള, അതായത് പോലീസുകാർക്കെതിരെ കൈവച്ചു, പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ ശ്രമിച്ചു, കുട്ടികളെ കൊണ്ടുവന്ന് അവിടെ വലിച്ചെറിഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ പോലീസുകാരന്മാർ അതിനകത്ത് അവരുടെ പരാതിക്കകത്ത് അവരെഴുതി വെച്ചിരിക്കുന്നത്. ഇവർക്കെതിരെയുള്ള പരാതി, അതായത് ഷൈമോൾക്കെതിരെയുള്ള പരാതി. എന്നാൽ അതേസമയം ഷൈമോൾ പറഞ്ഞത് തന്റെ ഭർത്താവിനെ അകാരണമായിട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ്, അതിൽ നിന്ന് മോചനം വേണമെന്നാണ്. പക്ഷെ ആ സമയത്താണ് ഇത്തരത്തിൽ ഈ സ്ത്രീയെ അപകടകരമായ വിധത്തിൽ ആക്രമിക്കുന്നത് ആ SHO. അതിനുശേഷം അവിടെ നിന്ന് ലഭിക്കേണ്ട ദൃശ്യങ്ങൾ ലഭിക്കാതിരുന്നത് പോലീസാണെങ്കിൽ നടക്കില്ലായിരുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇത്തരത്തിൽ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഈ CCTV ദൃശ്യങ്ങൾ ഉണ്ടാകണമെന്നുള്ള നിഷ്കർഷിച്ചുകൊണ്ടാണ് ഇന്ന് ഈ പറയുന്ന ഷൈമോൾക്ക് നീതി ലഭിച്ചിരിക്കുന്നത്. മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുന്നംകുളത്തുള്ള സുജിത്തിന്, യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന സുജിത്തിന് അത്തരത്തിലൊരു നീതി ലഭിച്ചതും ഈ ദൃശ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ CCTV ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ CCTV വെക്കണമെന്നുള്ള ഹൈക്കോടതിയുടെ അല്ലെങ്കിൽ കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള ഉരുട്ടിക്കൊലകൾ ഉണ്ടല്ലോ, ഉദയകുമാറിന്റെ ഉരുട്ടിക്കൊല പോലുള്ള അത്തരത്തിലുള്ള ഒരു കൊലകളിലേക്കും മരണങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കുമായിട്ട് നീങ്ങുന്നു. അപ്പോൾ ഇവിടെ എല്ലാം പോലീസുകാരന്മാർ രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്, അവർ രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥിതിവിശേഷമാണ് സത്യത്തിൽ മാറേണ്ടത്. ഇതിന് കൃത്യമായിട്ടുള്ള ഇടപെടലുകളാണ് രാഷ്ട്രീയക്കാർ എടുക്കേണ്ടത്. അപ്പോൾ ഈ ആഭ്യന്തര വകുപ്പ്, ഇപ്പൊ തന്നെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഇരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് എന്താ ചെയ്യുന്നത്? ഒരു സ്ഥിരം സംവിധാനമാണ്. ഇങ്ങനെയുള്ളൊരു ജോലി ചെയ്തു കഴിഞ്ഞു, സസ്പെൻഷൻ കൊടുക്കും. ഈ 1 വർഷമായിട്ടും സസ്പെൻഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇത്രയും കാലം നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ സ്ത്രീ, എന്നിട്ട് പോലും കൊടുക്കാൻ കഴിയിട്ടില്ല. എന്തറിവാണ്, എന്താണ് ഇവിടുത്തെ ഈ സർക്കാർ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഈ സർക്കാരിന് ഒരു സംവിധാനങ്ങളുമായിട്ട്, നമ്മൾ മാതൃകാ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോഴും പോലീസുകാരെ ഭരിക്കുന്ന പോലീസ് മന്ത്രിക്ക് ഈ സംവിധാനങ്ങളെ കുറിച്ചോ ഈ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ചോ യാതൊരു ധാരണയുമില്ല എന്ന് പറയേണ്ടി വരുന്നില്ലേ സാർ? തീർച്ചയായിട്ടും ഇതൊക്കെ വളരെ ശക്തമായിട്ട് നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഇതൊക്കെ പത്രങ്ങളിൽ വരികയും നമ്മുടെ ഭരണാധികാരികളുടെ, നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ആ നിമിഷം തന്നെ, ഒരു ശക്തനായിട്ടുള്ള ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണെങ്കിൽ ആ നിമിഷം തന്നെ ആ ഓഫീസറെ സർവീസിൽ നിന്ന് പുറത്തേക്ക് കളയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന്
ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു എഗ്രിമെന്റോ യാതൊരു സോഫ്റ്റ് കോർണറുടെ ആവശ്യമില്ല. അയാൾ ഏത് യൂണിയനാണോ ഏത് ജാതിയാണോ ഏത് മതമാണെന്നോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഒരു സ്ത്രീയുടെ ശരീരത്ത് നിയമവിരുദ്ധമായിട്ട് ഒരു പോലീസ് ഓഫീസർ, അതൊരു പുരുഷ പോലീസ് ഓഫീസർ തൊട്ട് കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് അയാളെ പോലീസ് സേനയിൽ നിന്ന് പുറത്തേക്ക് കളയേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അയാളെ ഒരു രീതിയിലും സംരക്ഷിക്കാൻ പാടില്ല. അത് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിട്ട് തന്നെ വേണം അതിനെ കാണാൻ. അപ്പോൾ തീർച്ചയായിട്ടും അതിനെതിരായിട്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്.